കേമാണി പ്രതിയായ ബാർക്കോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറി ഉടൻ ഹാജരാക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. കേസ് ഡയറി കോടതി പരിശോധിച്ച ശേഷമേ പുതിയ സംഘത്തിന് കൈമാറാവൂ എന്ന ഹർജിയിൽ ആവശ്യം. ബാർക്കോഴ കേസ് അട്ടിമറിയിൽ ശങ്കർ റെഡ്ഡിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്ത് ബാർക്കോഴ കേസിൽ ശങ്കർ റെഡ്ഡി അവിഹിതമായി ഇടപെട്ടു എന്നാരോപിച്ച് പൊതുപ്രവർത്തകനായ പായിച്ചർ നവാസാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. മാണിയെ കുറ്റവിമുക്തനാക്കിയ സുകേശിന്റെ കയ്യിൽ നിന്നും കേസ് ഡയറി വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ മറ്റൊരു വാദം. പഴയ അന്വേഷണ സംഘത്തിന്റെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്താൻ സാധ്യതയുണ്ടെന്ന ഹർജിക്കാരന്റെ വാദത്തോട് കോടതി യോജിച്ചു. ഇന്ന് തന്നെ കേസ് ഡയറി ഹാജരാക്കാനാകുമോ എന്ന് കോടതി വിജിലൻസിന്റെ അഭിഭാഷകനോട് ആരാഞ്ഞുവെങ്കിലും അസൗകര്യം നിരത്തിയതോടെ അടുത്ത പ്രവൃത്തി ദിവസമായ സെപ്റ്റംബർ 22 തന്നെ കേസ് ഡയറി ഹാജരാക്കാൻ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിടുകയായിരുന്നു. കോടതിയുടെ പരിശോധന നടത്തി മാത്രമേ പുതിയ സംഘത്തെ കേസ് ഡയറി ഏൽപ്പിക്കാവൂ എന്ന ഹർജി 22 കോടതി വിശദമായ വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻമന്ത്രി കെ ബാബുവിനെതിരെ രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെയും ബിനാമിമാരുടെയും സ്വത്ത് വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. കെ ബാബുവിനെതിരായ അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വിജിലൻസ് രജിസ്ട്രേഷൻ ഐജിക്ക് കത്തയച്ചിരിക്കുന്നത്. ബാബുവിൻ്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനാണ് ഇത്തരമൊരു നടപടി വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ബാബുവിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ എന്നിവരുടെ വിശദാംശങ്ങളും കത്തിലുണ്ട്. ബിനാമികളായ ബാബുറാം, മോഹനൻ എന്നിവരുടെ പേരുകളും കത്തിൽ സൂചിപ്പിക്കുന്നു. ഇവരുടെ പേരിൽ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഭൂമിയുണ്ടോ എന്നറിയാനാണ് രജിസ്ട്രേഷൻ ഐജിക്ക് കത്തയച്ചിരിക്കുന്നത്. ഭൂമി ഇടപാടുകൾ കൂടാതെ മറ്റേതെങ്കിലും രഹസ്യ കരാറുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും വിജിലൻസ് തേടുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയും റെയ്ഡും ഉൾപ്പെടെ പ്രാഥമിക തെളിവെടുപ്പ് വിജിലൻസ് ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും രഹസ്യ അക്കൗണ്ടുകൾ ബാബുവിൻ്റെയോ ബന്ധുക്കളുടെയോ ബിനാമികളുടെയോ പേരിൽ ഉണ്ടോ എന്നറിയാൻ ബാങ്ക് മേധാവികൾക്കും വിജിലൻസ് കത്തയച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകളുടെ സമഗ്ര പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ബാബുവിൻ്റെയും പിഎയുടെയും വിദേശയാത്രകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ഒരാഴ്ചയ്ക്കകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയാൽ വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാബുവിനെ പിന്തുണച്ച ഉമ്മൻചാണ്ടി. ബാർ കേസിൽ കെ ബാബുവിനെതിരെ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ വിജിലൻസിനായിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. വിഷയത്തിൽ സുധീരന്റെ നിലപാട് തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സുധീരന്റെ മൗനത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു പ്രതികരണം. ശ്രീ കെ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണവും റെയ്ഡും കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും കൂടുതലൊന്നും പറയാൻ സാധിക്കാതിരിക്കുകയാണ് വിജിലൻസ്. കാത്തിരിക്കുകയാണ്. ഇന്നിപ്പം ബാബുവിനെതിരെ വളരെയേറെ ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ തിരിഞ്ഞു വരും. സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ UDF ഞങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തു. UDFിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്. അവിടെ APC പ്രസിഡന്റിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ബാബുവിന്റെ പിഎയുടെ വിദേശയാത്രകളുടെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിക്കുന്നു. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് നിരവധി തവണ ഇയാൾ വിദേശയാത്ര നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിഎയുടെ വിദേശയാത്രകൾ പരിശോധിക്കുന്നത്. ബാബുവിന്റെ വിദേശയാത്രാ വിവരങ്ങൾ പരിശോധിക്കുന്നതിനോട് ഒപ്പമാണ് പിഎയുടെ യാത്രകളും അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ബാബുവിനോടൊപ്പമുള്ള ഇയാൾ ബാബു മന്ത്രിയായിരുന്ന വേളയിലാണ് വിദേശയാത്രകൾ നടത്തിയത്. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി തവണ യാത്ര നടത്തിയതിൻ്റെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു യാത്ര, ആരെയൊക്കെ കണ്ടു, എവിടെ താമസിച്ചു എന്നീ വിവരങ്ങൾ ശേഖരിക്കാനാണ് വിജിലൻസിൻ്റെ തീരുമാനം. ഇയാൾക്ക് വിദേശത്ത് ചില വ്യവസായ സ്ഥാപനങ്ങളുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ ഇയാൾ വൈറ്റ്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ തടിമില്ലിലെ സഹായിയായാണ് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെത്തിയത്. പിന്നീട് ബാബുവിനോടൊപ്പം കൂടുകയായിരുന്നു. ഇതിനുശേഷം ഇയാളുടെ സാമ്പത്തിക വളർച്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇതിനു പിന്നിൽ ബാർക്കോഴ പണമടക്കമുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. പിഎയെക്കുറിച്ചുള്ള അന്വേഷണം ബാബുവിലെത്തുമെന്ന നിഗമനത്തിലാണ് വിജിലൻസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓണക്കാഴ്ചകൾ. ക്യൂബിക്സ് ഫുട്വെയർ ഓണത്തുമ്പി brought to you by ക്യൂബിക്സ് ഫുട്വെയർ. പാദമേതായാലും പാതുകം ക്യൂബിക്സ് തന്നെ.
ബക്രീദും ഓണവും പ്രമാണിച്ച് അടുത്തയാഴ്ച 5 ദിവസം ബാങ്ക് അവധി. രണ്ടാം ശനിയും ഞായറും കൂടി ചേരുമ്പോൾ നാളെ മുതൽ തുടർച്ചയായുള്ള 7 ദിവസങ്ങൾ അവധിയാണ്. തുടർച്ചയായി അവധി വരുന്നത് ബാങ്ക് ഇടപാടുകൾ സ്തംഭിപ്പിക്കും. ഇതിനിടെ 15-ന് മാത്രമാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. ATM സർവീസ് മുടങ്ങാതിരിക്കാൻ ശ്രമിക്കുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഓണവും ബക്രീദും രണ്ടാം ശനിയും ഞായറുമെല്ലാം ഒന്നിച്ചെത്തുമ്പോൾ നാളെ മുതൽ 7 ദിനങ്ങൾ സംസ്ഥാനത്ത് അവധിയാണ്. നാളെ രണ്ടാം ശനി, മറ്റന്നാൾ ഞായർ, തിങ്കളാഴ്ച ബക്രീദ്, ചൊവ്വയും ബുധനും ഉത്രാടവും തിരുവോണവും. വ്യാഴാഴ്ച മൂന്നാം ഓണത്തിന് ബാങ്കുകൾക്ക് അവധിയില്ല. എന്നാൽ വെള്ളിയാഴ്ച ശ്രീനാരായണ ഗുരുജയന്തി പ്രമാണിച്ച് വീണ്ടും ബാങ്ക് അവധിയാണ്. അതിനാൽ വ്യാഴാഴ്ച പല ജീവനക്കാരും അവധിയെടുത്തേക്കും. ശനിയാഴ്ചയും ജീവനക്കാർ അവധിയെടുത്താൽ തിങ്കളാഴ്ച വരെ ബാങ്ക് ഇടപാടുകൾ പ്രതിസന്ധിയിലാകുമെന്ന് ചുരുക്കം. ഉത്സവ ദിനങ്ങളിൽ കൂടുതൽ പണം പിൻവലിക്കപ്പെടുന്നതിനാൽ ATMകളും പതിവിലും വേഗത്തിൽ കാലിയാകും. അതേസമയം പണം തീരുന്ന മുറയ്ക്ക് ATMകളിൽ വീണ്ടും പണം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഇന്ന് ATMകളിൽ പരമാവധി പണം നിക്ഷേപിക്കും. SBT അടക്കമുള്ള ചില ബാങ്കുകൾ അവധി ദിനങ്ങളിലും ATMൽ പണം നിക്ഷേപിക്കാനായി സമാന്തര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും 19-ന് തിങ്കളാഴ്ച മുതലേ ഇനി ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണഗതിയിലാകൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓണക്കാലത്തേക്കുള്ള പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം നെടുമങ്ങാട് പൂവത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികളാണ് ഓണത്തിന് മുന്നോടിയായി ജൈവ പച്ചക്കറികൾ വിളവെടുത്തത്. ഒരു ഗ്രാമത്തിനു തന്നെ ഓണസദ്യ ഒരുക്കാനുള്ള പച്ചക്കറികളുടെ ഉറവിടമാവുകയാണ് നെടുമങ്ങാട് പൂവത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത്രത്തോളം പച്ചക്കറികളാണ് സ്കൂൾ പരിസരത്തെ 50 സെന്റിലെ ജൈവ കൃഷിയിടത്തിൽ വിളയുന്നത്. പാവൽ, പടവലം, വെള്ളരി, പയർ, ചീര തുടങ്ങിയവയെല്ലാം ഇവിടെ സുലഭം. സ്കൂളിലെ 50ഓളം +1, +2 വിദ്യാർത്ഥികളുടെ അധ്വാന ഫലമാണ് ഈ കാർഷിക സമൃദ്ധി. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും കൃഷിയെ പരിപാലിക്കാറുണ്ട്. ജൈവവളമാണ് ഞങ്ങൾ ഈ കൃഷിയിൽ ഉപയോഗിക്കാറുള്ളത്. കീടങ്ങളെ നിയന്ത്രിക്കാനാണെങ്കിലും പല പല ജൈവ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കാറ്. ഇവിടുത്തെ ഈ കൃഷി ഞങ്ങൾക്കിപ്പോൾ വീട്ടിലും കൃഷി തുടങ്ങുന്നതിന് ഒരു പ്രചോദനമാണ്. പഠനം മുടക്കാതെയുള്ള കൃഷിക്ക് പിന്തുണയുമായി കുട്ടികൾക്കൊപ്പം അധ്യാപകരുമുണ്ട്. വിളവെടുത്ത പച്ചക്കറി വിദ്യാർത്ഥികൾ പങ്കിട്ടെടുത്ത ശേഷം ബാക്കിയുള്ളവ സ്കൂളിൽ വിപണനമേള നടത്തി വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 വർഷമായി നടത്തുന്ന ജൈവ കൃഷിക്ക് എല്ലാ സഹായങ്ങളുമായി നെടുമങ്ങാട് കൃഷിഭവനും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് പുതിയറ BM സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ഓണസദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിഭവങ്ങൾ നശിപ്പിച്ചു. അടുക്കളയിലും പരിസരത്തും മാലിന്യം വിതറി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് അലങ്കോലമാക്കിയ ഓണപരിപാടി ജനകീയ ഇടപെടലിൽ കുട്ടികൾ കെങ്കേമമാക്കി. ഓണക്കോടിയുടുത്ത് ഓണപ്പൂക്കളം തീർക്കാനായി സ്കൂൾ മുറ്റത്തെത്തിയ കുരുന്നുകളുടെ നെഞ്ചിലേക്കായിരുന്നു സാമൂഹ്യ വിരുദ്ധർ തീകോരി ഒഴിച്ചത്. ഓണസദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പച്ചടിയും അവിയലുമെല്ലാം നശിപ്പിച്ചു. അടുക്കളയിലും പരിസരത്തും മാലിന്യം വിതറി. രാവിലെ സ്കൂളിലെത്തിയ പ്രധാന അധ്യാപികയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ഇപ്പോൾ രാവിലെ വന്ന് സ്കൂള് തുറന്നു കിടക്കുന്ന ഓഫീസ് റൂം തുറന്നു കിടക്കുന്ന കണ്ടു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കിയ സമയത്ത് കുട്ടികൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയിഞ്ചി പച്ചടി ഇതൊക്കെ ആകെ നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഫീസ് ഫയലുകൾ 4 അലമാറകളും തുറന്ന് ഫയലുകളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. ഓഫീസ് റൂമും അതേപോലെ തന്നെ കിച്ചണും ഒക്കെ മലമൂത്ര വിസർജനം നടത്തി വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു. സ്കൂൾ പരിസരത്ത് ഇന്നലെ അപരിചിതരെ കണ്ടതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ N. പ്രശാന്ത് അറിയിച്ചു. എന്താണെന്ന് ഇവർക്ക് തൽക്കാലം ആർക്കൊന്നും ഒരു ധാരണയില്ല. പക്ഷേ എൻക്വയറി നടത്തിയിട്ട് ഉറപ്പായിട്ട് നടപടി എടുപ്പിക്കും. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും BM സ്കൂളിലെ ഓണാഘോഷം കെങ്കേമമായി നടന്നു. ഓണപ്പൂക്കളം തീർത്തും ഓണസദ്യ കഴിച്ചും ഓണപ്പാട്ട് പാടിയുമെല്ലാം കുട്ടികൾ ആഘോഷം പൊടിപൊടിച്ചു. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. PV കുട്ടൻ, കോഴിക്കോട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരി ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. ഗോഡൌണിൽ അരി എത്താത്തത് മൂലമാണ് വിതരണം വൈകുന്നതെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു.
ഇല്ല, വേണ്ട, ഇന്ന് തന്നെ മിനിസ്റ്ററായിട്ട് സംസാരിച്ചതാണ്. എത്രയും വേഗം ഗോഡൗണിലുണ്ടെങ്കിൽ നേരത്തെ കൊടുക്കാമായിരുന്നു. ഗോഡൗണിലില്ലാത്തത് പബ്ലിക് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എത്രയും വേഗം അത് കൊടുക്കും. തുടങ്ങാനല്ലേ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് കൊടുത്തു തീരില്ല. അത് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അത് ഓണത്തിന് മുമ്പ് എല്ലാ കുട്ടികൾക്കും കിട്ടും. സൗമ്യ വധക്കേസിൽ സർക്കാർ അഭിഭാഷകന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് VM സുധീരൻ. സർക്കാർ അഭിഭാഷകൻ വേണ്ടവിധം ഗ്രഹപാഠം ചെയ്തില്ല. ഇക്കാര്യത്തിൽ മുതിർന്ന അഭിഭാഷകരുടെയും ക്രിമിനൽ അഭിഭാഷകരുടെയും സഹായം തേടി കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ നിയമത്തിൻ്റെ പിടിയിൽ വന്ന് അതല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഈ കേസിൽ ഉണ്ടായില്ലെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ നിയമവാഴ്ചയുടെ പരാജയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയമവാഴ്ച നിലനിൽക്കുന്നില്ല, നിയമവാഴ്ച എന്നൊന്നും ഇല്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി. രാജ്യത്ത് ശുചിമുറി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 2ാം സ്ഥാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് 14ാം സ്ഥാനത്താണ്. സിക്കിമാണ് 1ാം സ്ഥാനത്ത്. ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് നടത്തിയ സർവേയുടെ കണക്കുകളാണ് പുറത്തുവന്നത്. ഗ്രാമീണ മേഖലയിൽ ശുചിമുറി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം സിക്കിമാണ്. കേരളത്തിന് 2ാം സ്ഥാനമാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ 96.4%, സിക്കിമിൽ 98.2% ആളുകളും ശുചിമുറി ഉപയോഗിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് 14ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ നടത്തിയ സർവേയിൽ 3788 ഗ്രാമങ്ങളിലെ 73,176 വീടുകളാണ് ഉൾപ്പെടുത്തിയത്. ശുചിമുറി ഉപയോഗിക്കുന്നതിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ഏറെ മുന്നിലാണ്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗാണ് സർവേയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയാണ് മലയോര മേഖലയിൽ മുന്നിലുള്ള ജില്ല. കഴിഞ്ഞ വർഷത്തെ സർവേയിൽ നിന്ന് കാര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടുവെന്ന് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. മന്ത്രാലയത്തിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ആദ്യ 3 സംസ്ഥാനങ്ങളിൽ കേരളവും സിക്കിമും കൂടാതെ ഹിമാചലും ഇടം പിടിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്ത തുടർന്നു. കണ്ണൂരിൽ വ്യവസായി ഭാര്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടു. താഴെപ്പടിക്കലിലെ നാരായണനാണ് ഭാര്യ യമുനയെ പൂട്ടിയിട്ടത്. നാരായണൻ ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു സ്ത്രീക്കൊപ്പമാണ്. ഇതേ തുടർന്ന് കോടതി വിധിയോടെയാണ് യമുന ഭർത്താവിന്റെ വീട്ടിലെത്തിയത്. ജോഷില നൽകും വിവരങ്ങൾ. ജോഷില, സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? മനു, കണ്ണൂർ കളരിവാതുക്കൽ സ്വദേശിയും പ്രമുഖ വ്യവസായിയുമായ സ്കൈ പാലസ്, സ്കൈ പേൾ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ഉടമയായ TP നാരായണൻ താഴെപ്പടിക്കൽ ഇല്ലത്തെ നാരായണന്റെ ഭാര്യ യമുനയാണ് ഇന്നലെ മുതൽ വീട്ടിൽ അടച്ചുപൂട്ടി ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടത്. ഭർത്താവ് ബന്ധം നിലനിൽക്കെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വേലക്കാരി എന്നാണ് അയൽവാസികളെ ധരിപ്പിച്ചത്. ഇവരിൽ ഒരു കുട്ടിയുമുണ്ട്. ഭാര്യ യമുനയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യമുനയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനുള്ള അനുവാദത്തോടു കൂടിയുള്ള വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇന്നലെ രാവിലെ വളപട്ടണം പോലീസിൽ വിവരം അറിയിച്ചതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു യമുന. എന്നാൽ വീട്ടിലെത്തിയ യമുനയെ എങ്ങും പോകാൻ അനുവദിക്കാതെ വീട്ടിൽ പൂട്ടിയിട്ടു. അതുപോലെ തന്നെ ഭർത്താവും മറ്റുള്ളവരും പുറത്തേക്ക് പോവുകയും ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികളെ വീടിനകത്ത് കയറ്റി നടുമുറിയിൽ കയറ്റി രാത്രി കിടക്കാൻ അനുവാദം കൊടുത്തതിന് ശേഷമാണ് ഇവർ പുറത്തേക്ക് പോയത്. ഗേറ്റ് അടക്കം ലോക്ക് ചെയ്തിരുന്നു. ആഹാരമോ വെള്ളമോ നൽകാതെ ഇന്നലെ രാവിലെ മുതൽ യമുന. ശരി ജോഷിലയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കാവേരി നദീജലം തമിഴ്നാടിന് വിട്ടു നൽകുന്നതിൽ പ്രതിഷേധിച്ച് കർണാടകയിൽ ബന്ദ് തുടരുന്നു. കർണാടകയിലെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബന്ദ് നടക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ് സർവീസുകളെല്ലാം മുടങ്ങി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. 15,000 ഘനയടി ജലം കാർഷിക ആവശ്യത്തിനായി തമിഴ്നാടിന് നൽകാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ഓണാഘോഷത്തിനിടെ RSS ആക്രമണം ഉണ്ടായിരിക്കുന്നു. വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു. വിവരങ്ങളുമായിട്ട് ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷാജി, എന്താണ് സംഭവിച്ചത് ഓണാഘോഷത്തിനിടെ? മനു, ഇന്ന് ഓണാഘോഷ പരിപാടികൾ ബിഷപ്പ് മൂർ കോളേജിൽ നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ ആണ് ഒരു സംഘം RSS പ്രവർത്തകർ കോളേജിനുള്ളിലേക്ക് കയറിയത്. അവർ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഭവത്തെ ചോദ്യം ചെയ്ത കോളേജ് യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള വിഷ്ണുവിനാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ ആദ്യം മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മരകായുധങ്ങളും മറ്റും ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയും മറ്റും ചെയ്തതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതേ തുടർന്ന്
അദ്ദേഹം വളരെയധികം ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്നാണ് ഇപ്പോൾ മാവേലിക്കരയിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത് തടയാൻ ശ്രമിച്ച മറ്റ് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഷാജി, എന്തിനാണ് ഈ സംഘം ഇത്തരത്തിൽ ആയുധങ്ങളുമായി കോളേജിനുള്ളിലേക്ക് ഈ ആഘോഷ പരിപാടികൾക്കിടയിലേക്ക് അതിക്രമിച്ചു കയറിയത്? അത്തരത്തിൽ യാതൊരുവിധ പ്രകോപനവും കൂടാതെയാണ് RSS പ്രവർത്തകർ കോളേജിനുള്ളിൽ പ്രവേശിച്ചത്. സ്വാഭാവികമായിട്ടും മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം RSSന് കുറച്ച് സ്വാധീനമുള്ള മേഖലയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കോളേജ് യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ ഉള്ളിൽ തന്നെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഓണാഘോഷ പരിപാടികൾ നടത്തി വരികയായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു സംഘം RSS പ്രവർത്തകർ കോളേജുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ പുറത്തുനിന്ന് ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിച്ചത്. അതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും RSSന്റെ പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇവരെ ഉടൻ പിടികൂടും എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ഓണാഘോഷത്തിനിടെ RSSന്റെ ആക്രമണം. വിഷ്ണു എന്ന വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിയെ. പ്രത്യേകിച്ച് പ്രകോപനങ്ങളൊന്നുമില്ലാതെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും നൽകുന്ന വിവരങ്ങൾ. മറ്റു വാർത്തയിലേക്ക്. രാമനാട്ടുകരയിലെ വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഓണാഘോഷം നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പൂക്കളമൊരുക്കി. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു.